അല്പസമയം കൂടി ഈ ചടങ്ങുകൾ ഇനി നീളാനുള്ള സാധ്യതയുള്ളൂ. ഏതാണ്ട് 12:30 തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ നിഗമോദ് ഘട്ടിനകത്ത് ഈ ആദ്യം ഉള്ള ഈ ആദരമർപ്പിക്കൽ ചടങ്ങൊക്കെ തന്നെ ഇതിനോടകം പൂർത്തിയാവുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസിൽ നിന്ന് സോണിയാഗാന്ധി അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ളവർ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയയപ്പ് വിട നൽകൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിമർശിച്ചവർ പോലും ഈ ഒരു സമയത്ത് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ സ്മരിക്കുന്നു എന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന് പറഞ്ഞതുപോലെയായി യഥാർത്ഥത്തിൽ മാറുന്നുണ്ട്. ആ വാക്ക് യഥാർത്ഥത്തിൽ അന്വർത്ഥമായി മാറുന്നുണ്ട്. ഒരു പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെയുള്ള വിവരാവകാശ നിയമം കൊണ്ടുവന്നത്, ഈ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഈ കോവിഡ് കാലമൊക്കെ കഴിയുമ്പോൾ തകർന്നുപോയ പല ആളുകളെയും ഒക്കെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അത്തരം പദ്ധതികളായിരുന്നു. അങ്ങനെ നമ്മുടെ ജനത ഗ്രാമീണ മേഖലയൊക്കെ അദ്ദേഹത്തോട് വലിയ തോതിൽ കടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത്രയേറെ പോപ്പുലറായ ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല മൻമോഹൻ സിംഗ്. അങ്ങനെ വലിയ ഒരു ആരാധക വൃന്ദമൊന്നും അദ്ദേഹത്തിന് ചുറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പോസ്റ്ററുകളോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ ഇങ്ങനെ പുകഴ്ത്തിപ്പാടുന്ന ഒരു സംഘമൊന്നും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം വിടവാങ്ങുന്ന സമയത്ത് പലരുടെയും കണ്ണീര് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വികാരനിർഭരമായി അദ്ദേഹത്തിന്റെ सतनाम जी മൻമോഹൻ അമർ രഖേ എന്നവിടെ കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറയുന്നുണ്ട്. സിഖ് മത രീതിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന്റെ മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാം. സൈന്യം സമ്പൂർണ്ണ സൈനിക ബഹുമതി നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ആ ഭാഗത്തേക്ക്, ആ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ ഉന്നത നേതാക്കൾ അവിടെ തുടരുകയാണ്. ഇപ്പോഴും നിഗംബോധ് ഘട്ടിൽ തുടരുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് 12:30 അത് പൂർത്തിയാകും എന്നാണ് നേരത്തെ വന്ന സൂചന. 11:45 ആ ചടങ്ങുകൾ തുടങ്ങിയതാണ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അത് തുടർന്നു. ഇപ്പോഴത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സിഖ് മതാചാരപ്രകാരം പുരോഹിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും മൃതദേഹത്തോട് അടുത്ത് ഇപ്പോഴുമുണ്ട്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ മറ്റുള്ളവരെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ നേരത്തെ എത്തിയതാണ്. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി അല്ലെങ്കിൽ ഏതാനും ചില മണിക്കൂറുകളായി പ്രധാനമന്ത്രിയും ഉൾപ്പെടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ഒക്കെ ഉൾപ്പെടെ അവിടെ തുടരുന്നുണ്ട്. ഈ രാജ്യം എങ്ങനെയാണ് വലിയ നേതാവിനോട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത ഭരണാധികാരിയോട് സ്നേഹവായ്പ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്നതിൻ്റെ ദൃശ്യം, എന്നതിൻ്റെ നേർക്കാഴ്ചയാവുകയാണ് ഈ സംസ്കാര ചടങ്ങ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തോട് ആശയപരമായൊക്കെ വലിയ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും അത് പൊതുവേദിയിൽ പറയുകയും ഒക്കെ ചെയ്ത എല്ലാവരും
അദ്ദേഹത്തെ അവസാന യാത്രയയക്കാൻ എത്തുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. എക്കാലത്തും എന്താണ് പുതിയ ഇന്ത്യയുടെ തീരുമാനങ്ങൾ എടുത്തതിൽ പ്രധാനപ്പെട്ട എത്ര പേര് എഴുതിയാലും അതിൽ ആദ്യത്തെ പേര് മൻമോഹൻ സിംഗിൻ്റെ തന്നെയായിരിക്കും. അദ്ദേഹം കൈക്കൊണ്ട നടപടികളിലൂടെയാണ് രാജ്യം വലിയ പ്രതിസന്ധി അതിജീവിച്ച് വളർച്ചയുടെ പാതയിലേക്ക് തിരികെ എത്തിയത്. പരിഷ്കാരങ്ങൾ, റിഫോംസ് എന്ന വാക്ക് തന്നെ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ ധനമന്ത്രി ആയ കാലത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ പരിഷ്കരണങ്ങൾ തുടരുകയാണ് പിന്നീട് വന്ന സർക്കാരുകളൊക്കെ ചെയ്തത്. ആ പാത വെട്ടിത്തെളിച്ച് നൽകുക എന്ന വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി എന്ന കാലയളവിൽ ചെയ്തത്. അത് സ്വന്തം പാർട്ടിയിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. പാർട്ടിക്ക് പുറത്ത് അദ്ദേഹം വലിയ എതിർപ്പുകളെ നേരിട്ടു. പക്ഷേ ആ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് ഒരു നാൾ നമ്മൾ വളരും, നമ്മൾ മുന്നോട്ട് പോകും, നമ്മളുടെ നാൾ വരും എന്ന് അദ്ദേഹം ഹെമിംഗ്വേയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ്, പിന്നീട് അദ്ദേഹം തുടർച്ചയായി അവതരിപ്പിച്ച ബജറ്റുകൾ, 91 ജൂലൈയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക ഭരണ ചരിത്രത്തെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ചരിത്രത്തെ സ്വാധീനിച്ച സന്ദർഭങ്ങൾ എഴുതുമ്പോൾ ഒരു തരത്തിലും നമുക്ക് വിട്ടുപോകാതെ എഴുതാവുന്നതാണ് 91 ജൂലൈയിലെ ആ ഇടക്കാല ബജറ്റ്. അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി, ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രി. മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റാണ് ഇന്ത്യയിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തീരുമാനമെടുക്കുകയും ഉദാരവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് രാജ്യം പോകുന്നു എന്ന പ്രഖ്യാപനമെടുക്കുകയും വിദേശ നിക്ഷേപം ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ലൈസൻസ് രാജ് എന്ന നമ്മളുടെ ഏറ്റവും നിക്ഷേപത്തിന് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനൊക്കെ വിഘാതമായിരുന്ന ലൈസൻസ് രാജ് അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലമാണ്. ഏകജാലക സംവിധാനം, സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത് 91 മുതലാണ്. പിന്നീട് അങ്ങോട്ട് രാജ്യം അക്ഷരാർത്ഥത്തിൽ കുതിക്കുകയായിരുന്നു. ആ കുതിപ്പിന് തുടക്കം ഇട്ട സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. പിന്നീട് തുടർച്ചയായി 2 തവണ UPA സർക്കാരിനെ നയിച്ചു. അക്കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ, വിവരാവകാശ നിയമം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പിന്നീട് ഭക്ഷ്യസുരക്ഷാ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, അങ്ങനെ രാജ്യം അതിൻ്റെ പുരോഗതിയിലേക്ക്, വളർച്ചയിലേക്ക് കുതിക്കുന്ന ഘട്ടത്തിൽ ആവശ്യമായിരുന്നു ഒരുപക്ഷെ പല ജനാധിപത്യ രാജ്യങ്ങൾക്കും മാതൃകയായ വിവരാവകാശ നിയമം. സുതാര്യമായ ഭരണക്രമത്തിൽ ജനങ്ങളുടെ പങ്ക് എന്തായിരിക്കണം, ജനങ്ങൾക്ക് എന്ത് പങ്ക് വഹിക്കാൻ കഴിയും, യഥാർത്ഥ യജമാനന്മാർ ജനങ്ങളാണ് എന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം വിളിച്ചു പറയുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമം പാസാക്കിയത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സാധാരണക്കാരുടെ പക്കൽ പണം എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി, അതൊക്കെ യഥാർത്ഥത്തിൽ പട്ടിണി മരണങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിച്ച പ്രധാനപ്പെട്ട നിയമനിർമ്മാണമായിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നീട് വന്ന സർക്കാരുകളൊക്കെ ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വലിയ പരിഗണന നൽകുന്നത് കണ്ടു. സംസ്ഥാനങ്ങൾ അത് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ സംസ്ഥാന സർക്കാരുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായി. അത് ഒരു പാൻ ഇന്ത്യ പദ്ധതിയായി പിന്നീടത് എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അത് ഗ്രാമീണ ഇന്ത്യക്ക് നൽകിയ കരുത്തും ആത്മവിശ്വാസവും ബലവും ചെറുതല്ലായിരുന്നു. അങ്ങനെ ഗ്രാമീണ ഇന്ത്യക്ക് റൂറൽ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, റൂറൽ എക്കോണമിക്ക് കരുത്തു പകരുന്നതിൽ നയപരമായ തീരുമാനവും രാഷ്ട്രീയ തീരുമാനവും എടുത്ത പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഗ്രാമീണ ഇന്ത്യ എന്നത് അക്കാലത്ത് ഗ്രാമീണ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി കാലയളവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി ഫലമാണ് പിന്നീട് വന്ന നമ്മളുടെ വളർച്ചാ നിരക്കിലൊക്കെ ഉണ്ടായ വലിയ വർധന അതിൻ്റെ തെളിവായി മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കർഷകരെ വലിയ മത്സരത്തിന് തള്ളിവിട്ടു എന്നൊക്കെ അന്ന് ഉദാരവൽക്കരണത്തെപ്പറ്റി, ആഗോളവൽക്കരണത്തെപ്പറ്റി വലിയ വിമർശനമുണ്ടായിരുന്നു. ആഗോള കാർഷിക മേഖലയുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ കാർഷിക രംഗം എങ്ങനെ മത്സരിക്കുമെന്നൊക്കെയുള്ള ചോദ്യത്തിന് ആധുനികവൽക്കരണമൊക്കെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്തു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിനോടൊക്കെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ പിന്നീട് പല വാദമുഖങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും അതിന് ബദലായി ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്നതായിരുന്നു ടെന ഫാക്ടർ എന്ന് നമ്മൾ പിന്നീട് എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്ന ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താണ്
പുതിയ വേർഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറ്റ് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. പിന്നീട് കണ്ടതും അതാണ്. ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും അതുപോലെ നവ ലിബറൽ സാമ്പത്തിക നയങ്ങളെന്ന് ഏറെ വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എങ്കിൽ പോലും അതിനൊരു മറുപടി നൽകാൻ, അതിന് ഒരു മറുവഴി നൽകാൻ പിന്നീട് വന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് കഴിഞ്ഞിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ എന്നതിൽ തർക്കമുണ്ട്. പക്ഷേ ആഗോള മാതൃകകളെ പറ്റിയൊക്കെ പലപ്പോഴും നമ്മൾ ഈ സിമ്പോസിയങ്ങളിലും സെമിനാറുകളിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രയോഗ തലത്തിൽ അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, അങ്ങനെ ഉള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവിടെ അതിന് മറുപടി നൽകിയിട്ടുണ്ടോ എന്നതൊക്കെ വലിയ ചോദ്യങ്ങളായി അവശേഷിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ച്, ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 91-ലെ ഇടക്കാല ബജറ്റിൽ, ജൂലൈയിലെ ഇടക്കാല ബജറ്റിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആ പരിഷ്കരണ നടപടികൾ പിന്നീട് വന്ന സർക്കാരുകൾ ഏറെയും കുറഞ്ഞും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അതിൽ ആരെങ്കിലും തർക്കിച്ചാലും അത് ഒരു ഫാക്റ്റായി നമ്മളുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയ ബജറ്റ് അവതരിപ്പിക്കാൻ ഫെബ്രുവരിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറെടുക്കുകയാണ്. ആ ഘട്ടത്തിലും ആ ബജറ്റിനെയും സ്വാധീനിക്കുന്നത് 91 മുതൽ നമ്മൾ ഇങ്ങോട്ട് തുടങ്ങി വെച്ച റിഫോംസ് തന്നെ ആയിരിക്കുമെന്നതിൽ മറ്റാർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പിന്നീട് വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. തന്നെയല്ല, അതിനെ എതിർത്ത പാർട്ടികൾ സംസ്ഥാന ഭരണങ്ങളിൽ വന്നപ്പോഴും വിദേശ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം അവ വികസനത്തിൽ നിർണായകമാണ്, അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ അതിന് പരിധി വയ്ക്കണം എന്ന നിലയിലൊക്കെ അതിന് വ്യാഖ്യാനങ്ങളോടെ അത് അവതരിപ്പിക്കുകയും അതത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്തു. വിദേശ നിക്ഷേപം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെയുള്ള അത് നമ്മുടെ നിത്യഭാഷയായി മാറിയത് ഈ 91-ലെ ഇടക്കാല ബജറ്റിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഈ പരിഷ്കരണ നടപടികൾക്ക് പിന്നീടാണ്. നമ്മളുടെ അതിൽ പോരായ്മകൾ വന്നിട്ടുണ്ടാകും, പക്ഷേ ആ പോരായ്മകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ആ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. UPA 1, UPA 2 സർക്കാരുകളെ നയിച്ചത് മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയക്കാരനെന്ന പ്രാഗൽഭ്യത്തിനപ്പുറത്തേക്ക് അദ്ദേഹം മുന്നണി സംവിധാനങ്ങളെയൊക്കെ നന്നായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിനൊരു മെയ്വഴക്കമുണ്ടായിരുന്നു. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പോലും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ സത്യസന്ധത അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ആർക്കെങ്കിലും വ്യക്തിപരമായ അമർഷമോ അതൃപ്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് യോജിച്ചുമൊക്കെ തർക്കിച്ചുമൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം എല്ലാവരുടെയും പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ ഗുണവും ദോഷവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ അത് കേൾക്കുകയും ചെയ്യാം. രാഷ്ട്രീയക്കാരനല്ല. ഇപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 50 വർഷം ഇന്ത്യയെ ഭരിച്ചവർ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു എന്ന്. അത് വലിയ വിവാദമായത്. അത് 99-ലോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശം അടങ്ങിയ ഇൻ്റർവ്യൂ BBC സംപ്രേഷണം ചെയ്തത്. BBC ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് സ്വാതന്ത്ര്യാനന്തരമുള്ള കോൺഗ്രസ് സർക്കാരുകളെ കൂടി ചേർത്താണ്. സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ ഭരിച്ചത് കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ് സർക്കാരുകളെ കൂടി ചേർത്താണ് കൊള്ളക്കാർ എന്ന്, ജനങ്ങളെ കൊള്ളയടിച്ചവരെന്ന് പറഞ്ഞത് എന്ന വിമർശനം പാർട്ടിക്കകത്തു നിന്നൊക്കെ വലിയ തോതിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പിന്നീട് അതിനോട് കാര്യമായി എവിടെങ്കിലും പ്രതികരിച്ചതായി കണ്ടിട്ടില്ല. അത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ മുൻകാല സർക്കാരുകളെ കൂടി ചേർത്തു തന്നെയായിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. അത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ അല്ലാത്തതുകൊണ്ട്, ഒരു രാഷ്ട്രീയക്കാരന് മെയ്വഴക്കത്തോടെ അത്തരം കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയതുകൊണ്ടോ അദ്ദേഹം അതിന് തയ്യാറാകാതിരുന്നത് കൊണ്ടോ ആകാം. അല്ലെങ്കിൽ BBC പോലൊരു മാധ്യമത്തിന് എനിക്ക് മുൻപിൽ അല്ലെങ്കിൽ മുൻകാല ഇന്ത്യയിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നില്ല. അത്തരമൊരു ബൗദ്ധിക സത്യസന്ധത അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇത്തരം അഭിമുഖങ്ങളൊക്കെ നൽകുമ്പോഴും ഒക്കെ.